അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട്, അതിലെ 12ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. ഇതിനു മുമ്പുള്ള പാഠങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്ന ഷാഹിൽ മദ്രസ വേൾഡ് എന്ന ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റ് പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അദ്ദറസു സാനി അഷർ, 12ാമത്തെ പാഠം. ലാ യഷ്ക ബിഹിം ജലീസുഹും. അപ്പം ഈ പാഠം നമുക്ക് അറബിയിലാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് അതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാം. നോക്കൂ. ഇന്നലില്ലാഹി തആല മലായികത്തൻ യത്തൂഫൂന ഫിത്തുർക്കി യൽതമിസൂന അഹ്ല ദിക്ർ. ആ വരിയുടെ അർത്ഥം നോക്കൂ. ദിക്ർ ചൊല്ലുന്നവരെ അന്വേഷിച്ചുകൊണ്ട് വഴികളിലൂടെ ചുറ്റി സഞ്ചരിക്കുന്ന മലക്കുകൾ അള്ളാഹുവിനുണ്ടെന്നത് തീർച്ച. ഫഇദാ വജദൂ ഖൗമൻ യദ്കുറൂനല്ലാഹ അസ്സ വജല്ല തനാദൗ. ആ വരിയുടെ അർത്ഥം നോക്കൂ. അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുന്ന ആളുകളെ അവർ കണ്ടാൽ അവർ പരസ്പരം വിളിച്ചു പറയും. ഹലുമ്മു ഇലാ ഹാജത്തിക്കും. അതിന്റെ അർത്ഥം നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിലേക്ക് വരൂ. ഫയഹുഫൂനഹും ബി അജിനിഹത്തിഹിം ഇലസ്സമാഇ ദുനിയാ. അതിന്റെ അർത്ഥം അവർ ദിക്ർ ചൊല്ലുന്നവരെ അവരുടെ ചിറകുകൾ കൊണ്ട് പൊതിയും. ഒന്നാനാകാശം വരെ അവർ നിറയും. ഫയസ്അലുഹും റബ്ബുഹും വഹുവ അഅലം മാ യഖൂലു ഇബാദി. അപ്പോൾ അവരുടെ രക്ഷിതാവ് അവരോട് ചോദിക്കും, അവൻ എല്ലാം അറിയുന്നവനാണ്. മാ യഖൂലു ഇബാദി, എന്റെ അടിമകൾ എന്താണ് പറയുന്നത്? യഖൂലൂന, അപ്പോൾ മലക്കുകൾ പറയും, യുസബ്ബിഹൂനക വയുകബ്ബിറൂനക വയഹ്മദൂനക വയുമജ്ജിദൂനക. അവർ നിന്നെ വാഴ്ത്തുകയാണ്, നിനക്ക് അവർ തക്ബീർ ചൊല്ലുന്നു, നിന്നെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു, നിന്നെ ബഹുമാനിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ മലക്കുകൾ പറയാണ് എന്താണ് അടിമകളുടെ സ്ഥിതി എന്നുള്ളത്. മലക്കുകൾ അള്ളാഹുവിനോട് പറയുന്ന വാക്കുകളാണിത്. ഫയഖൂലു, അപ്പോൾ അള്ളാഹു അവരോട് ചോദിക്കാണ്, ഹൽ റഔനി, അവർ എന്നെ കണ്ടിട്ടുണ്ടോ? ഫയഖൂലൂന, അപ്പോൾ മലക്കുകൾ പറയും, ലാ വല്ലാഹി മാ റഔക, അള്ളാഹുവാണ് സത്യം, നിന്നെ അവർ കണ്ടിട്ടില്ല. ഫയഖൂലു, അപ്പോൾ അള്ളാഹു ചോദിക്കും, കൈഫ ലൗ റഔനി, അവർ എന്നെ കണ്ടിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും? യഖൂലൂന, അപ്പോൾ മലക്കുകൾ പറയും, ലൗ റഔക കാനു അശദ്ദ ലക ഇബാദത്തൻ, നിന്നെ അവർ കണ്ടിരുന്നെങ്കിൽ കൂടുതൽ ഇബാദത്തുകൾ അവർ ചെയ്യുമായിരുന്നു. വ അശദ്ദ ലക തംജീദൻ വ അക്സറ ലക തസ്ബീഹൻ, അവർ കൂടുതൽ ഉഗ്രമായി പുകഴ്ത്തലും വാഴ്ത്തലും നടത്തുമായിരുന്നു. ഏറ്റവും കൂടുതൽ തസ്ബീഹ് അവർ വർദ്ധിപ്പിക്കുമായിരുന്നു. ഫയഖൂലു, അപ്പോൾ അള്ളാഹു ചോദിക്കും, ഫമാദാ യസ്അലൂന, അവർ എന്താണ് ചോദിക്കുന്നത്? യഖൂലൂന, മലക്കുകൾ പറയും, യസ്അലൂനകൽ ജന്ന, അവർ നിന്നോട് സ്വർഗം ചോദിക്കുന്നു. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യഖൂലു, അല്ലാഹു തആല ചോദിക്കും, വഹൽ റഔഹ, അവർ സ്വർഗം കണ്ടിട്ടുണ്ടോ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, യഖൂലൂന, അപ്പോൾ മലക്കുകൾ പറയും, ലാ വല്ലാഹി യാ റബ്ബി മാ റഔഹ, ഇല്ല, അല്ലാഹുവാണ് സത്യം, അവർ സ്വർഗം കണ്ടിട്ടില്ല. യഖൂലു, അപ്പോൾ അല്ലാഹു ചോദിക്കും, ഫകൈഫ ലൗ റഔഹ, അവർ സ്വർഗം കണ്ടിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും? യഖൂലൂന, മലക്കുകൾ പറയും, ലൗ അന്നഹും റഔഹ കാനു അശദ അലൈഹ ഹിർസ. അതിന്റെ അർത്ഥം മലക്കുകൾ പറയാണ്, ആ സ്വർഗം അവർ കണ്ടിരുന്നെങ്കിൽ ആ സ്വർഗത്തിന് അവർ തീവ്രമായ ആഗ്രഹം പ്രകടിപ്പിക്കുമായിരുന്നു. വ അശദ്ദ ലഹാ ത്വലബൻ, ആ സ്വർഗത്തെ അവർ ആവശ്യപ്പെടുമായിരുന്നു. വ ഔളമ ഫീഹാ റഅബതൻ, അതിന്റെ അർത്ഥം ആ സ്വർഗം ലഭിക്കുന്നതിന് കഠിനമായ ആഗ്രഹം പ്രകടിപ്പിക്കുമായിരുന്നു. ഖാല ഫമിമ്മാ യതഅവ്വദൂന, അല്ലാഹു തആല ചോദിക്കുന്നതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അവർ എന്തിനെ തൊട്ടാണ് കാവൽ ചോദിക്കുന്നത്? യഖൂലൂന, മലക്കുകൾ പറയും, യതഅവ്വദൂന മിനന്നാർ, അവർ നരകത്തെ തൊട്ടാണ് കാവൽ ചോദിക്കുന്നത്. ഫയഖൂലു, അപ്പോൾ അല്ലാഹു തആല ചോദിക്കും,
വഹൽ റഔഹ, അവർ നരകം കണ്ടിട്ടുണ്ടോ? യഖൂലൂന, മലക്കുകൾ പറയും, ലാ വല്ലാഹി മാ റഔഹ, ഇല്ല, അള്ളാഹുവാണ് സത്യം, അവർ നരകം കണ്ടിട്ടില്ല. ഫയഖൂലു, അപ്പോൾ അള്ളാഹു ചോദിക്കും, കൈഫ ലൗ റഔഹ, അവർ നരകം കണ്ടിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും? യഖൂലൂന, മലക്കുകൾ പറയും, ലൗ റഔഹ കാനു അശദ്ദ മിൻഹ ഫിറാറ, നരകം അവർ കണ്ടിരുന്നെങ്കിൽ അതിനെ തൊട്ട് അവർ കഠിനമായ ഓടി രക്ഷപ്പെടലായിരിക്കും. വ അശദ്ദ ലഹ മഹാഫതൻ, കഠിനമായ ഭയമായിരിക്കും അവർക്ക്. ഫയഖൂലു, അപ്പോൾ അല്ലാഹു തആല പറയും, ഫഉഷ്ഹിദുക്കും അന്നി ഖദ് അഫർതു ലഹും, നിങ്ങളെ ഞാൻ സാക്ഷിയാക്കുന്നു, തീർച്ചയായും അവർക്ക് ഞാൻ പൊറുത്തു കൊടുത്തിരിക്കുന്നു. യഖൂലു മലക്കുൻ, ഒരു മലക്ക് പറയും, ഫീഹിം ഫുലാനുൻ ലൈസ മിൻഹും, അവരുടെ കൂട്ടത്തിൽപ്പെടാത്ത ഒരാൾ അവരിലുണ്ട്. ഇന്നമാ ജാഅ ലിഹാജത്തിൻ, അവൻ മറ്റു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. കാല, അല്ലാഹു തആല പറയും, ഹുമുൽ ജുലസാഉ ലാ യഷ്കാ ബിഹിം ജലീസുഹും, അല്ലാഹു തആല പറയാണ്, അവർ ഒരു സദസ്യരാണ്, അവരോട് കൂടെ ഇരിക്കുന്നവരും പരാജയപ്പെടുകയില്ല. അപ്പോൾ ഈ പാഠവും ഈ പാഠത്തിന്റെ അർത്ഥവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം നഖ്റഉ വനഫ്ഹം, വായിച്ചു മനസ്സിലാക്കാനുള്ളതാണ്. ഈ പാഠത്തിൽ പഠിച്ചിട്ടുള്ള വാക്കുകളും അതിന്റെ അർത്ഥങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ത്വാഫ, ചുറ്റിക്കറങ്ങി. ജുലസാ, സദസ്യർ. സഅല, ചോദിച്ചു. ഇൽതമസ, അന്വേഷിച്ചു. ഷഖിയുൻ, പരാജിതൻ. അബ്ദ്, അടിമ. ഹാജ, ആവശ്യം. ത്വരീഖ്, വഴി. മജ്ജദ, പ്രകീർത്തിച്ചു. ജനാഹ്, ചിറക്. ഹലുമ്മ, വരൂ. അക്സർ, ഏറ്റവും അധികം. ഹിർസ്, അത്യാഗ്രഹം. ഹഫ, വലയം ചെയ്തു. റഹബ, ആഗ്രഹം. ജലീസ്, കൂടെ ഇരിക്കുന്നവൻ. തഅവ്വദ, അഭയം തേടി. ഫറ, ഓടി രക്ഷപ്പെട്ടു. തനാദ, പരസ്പരം വിളിച്ചു. അഷദ്, ഏറ്റവും ശക്തമായ. അസ്സമാഉ ദുനിയ, ഒന്നാം ആകാശം. സബ്ബഹ, തസ്ബീഹ് ചൊല്ലി. അപ്പൊ ഈ വാക്കുകളും ഇതിന്റെ അർത്ഥങ്ങളും നിങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഇനി നമുക്ക് തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. നഖ്റഉ, വായിക്കുക. വനക്തുബു മഫ്ഹൂമൽ ഹദീസ്, ഈ ഹദീസുകളുടെ അർത്ഥം നമ്മൾ ഇവിടെ എഴുതുക. നമുക്ക് നോക്കാം. അൽ ജുലൂസു ഫീ ഹിലകി ദിക്രി ഇബാദത്തുൻ അളീമ, അതിന്റെ അർത്ഥം ദിക്റിന്റെ സദസ്സിലിരിക്കൽ മഹത്തായ ഒരു ആരാധനയാണ്. 2. ഇന്നല്ലാഹ യുഹിബ്ബു മൻ യദ്കുറുഹു വമൻ യജ്ലിസു മഅഹു, അതിന്റെ അർത്ഥം ദിക്ർ ചൊല്ലുന്നവരെയും കൂടെ ഇരിക്കുന്നവരെയും തീർച്ചയായും അല്ലാഹു ഇഷ്ടപ്പെടുന്നു. 3. അൽ മലായികത്തു യഹ്ളുറൂന മജാലിസ ദിക്ർ, അതിന്റെ അർത്ഥം മലക്കുകൾ ദിക്റിന്റെ സദസ്സുകളിൽ സംബന്ധിക്കും. 4. യൂതില്ലാഹു ലിമൻ യഹ്ളുറു മജ്ലിസ ദിക്രിൽ ജന്ന, അതിന്റെ അർത്ഥം ദിക്റിന്റെ മജ്ലിസുകളിൽ പങ്കെടുക്കുന്നവർക്ക് അല്ലാഹു സ്വർഗം നൽകും. 5. യഗ്ഫിറുല്ലാഹു ലിമൻ യഹ്ളുറു മജ്ലിസ ദിക്രി വയുഈദുഹു മിനന്നാർ, അതിന്റെ അർത്ഥം നോക്കൂ. ദിക്റിന്റെ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക് അല്ലാഹു പൊറുത്തു കൊടുക്കുകയും നരകത്തെ തൊട്ട് കാക്കുകയും ചെയ്യും. ഇനി നോക്കൂ, തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം നക്തുബുൽ ജംഅ, ബഹുവചനം എഴുതാനുള്ളതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നതിന്റെ ബഹുവചനം നമ്മൾ എടുത്തിട്ട് ആ കൊടുത്തിരിക്കുന്ന വരികളിൽ എഴുതണം. നോക്കൂ. മലക്കുൻ, അതിന്റെ ജംഅ മലായിക. ജനാഹുൻ, അതിന്റെ ജംഅ അജ്നിഹ. ജലീസുൻ, അതിന്റെ ജംഅ ജുലസാ. ത്വരീഖുൻ, അതിന്റെ ജംഅ തുർക്കുൻ. അബ്ദുൻ, അതിന്റെ ജംഅ ഇബാദുൻ. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം മലക്ക്, ഒരു മലക്ക്. മലായിക, മലക്കുകൾ. ജനാഹുൻ, ചിറക്. അജ്നിഹ, ചിറകുകൾ. ജലീസുൻ, കൂടെ ഇരിക്കുന്നവൻ. ജുലസാ, കൂടെ ഇരിക്കുന്നവർ. ത്വരീഖ്, വഴി. തുർക്ക്, വഴികൾ. അബ്ദ്, അടിമ. ഇബാദ്, അടിമകൾ. നക്തുബു കമാഫിൽ മിസാൽ, ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ എഴുതാനുള്ളതാണ്. എന്താണ് ഇവിടെ ഉദാഹരണത്തിൽ കൊടുത്തിരിക്കുന്നത്? ഹൽ റഔനി, നാം ല. ഹൽ റഔനി എന്ന് ചോദിച്ചാൽ അവർ എന്നെ കണ്ടിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ഉണ്ട് എന്ന് പറയും, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. നാം എന്ന് പറഞ്ഞാൽ ഉണ്ട്, ല എന്ന് പറഞ്ഞാൽ ഇല്ല.
ഹൽ റഔനി അവർ എന്നെ കണ്ടിട്ടുണ്ടോ? നാം ഉണ്ട്, ല ഇല്ല. അതുപോലെ നമ്മൾ ബാക്കിയുള്ളതും അവിടെ കൊടുത്തിരിക്കുന്ന ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ വരുന്നത് പോലെ നമ്മൾ എഴുതണം. അടുത്ത വാക്ക് ഏതാണ്? അറഫു. അപ്പൊ അത് നമ്മൾ എങ്ങനെ എഴുതുക? ഹൽ അറഫൂനി അവർ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടോ? അവിടെ നമുക്ക് നവം എന്നും എഴുതാം, ല എന്നും എഴുതാം. അടുത്തത് ലറബു. അത് നമുക്ക് എങ്ങനെ എഴുതുക? ഹൽ ലറബൂനി അവർ എന്നെ അടിച്ചിട്ടുണ്ടോ? അവിടെ നമുക്ക് നവം എന്നും എഴുതാം, ല എന്നും എഴുതാം. അടുത്തത് അലിമോ. ഹൽ അലിമോനി അവർ എന്നെ അറിഞ്ഞിട്ടുണ്ടോ? നവം, ല ഏത് വേണമെങ്കിലും നമുക്ക് എഴുതാം. ഒന്നല്ലെങ്കിൽ നമ്മൾ നവം എന്ന് എഴുതാം, അല്ലെങ്കിൽ ല എന്നും എഴുതാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് പോലെ നിങ്ങൾ എടുത്ത് എഴുതിയാൽ മതി. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്തത് നോക്കൂ. കസീർ, അക്സർ. കസീർ എന്ന് പറഞ്ഞ കൂടുതലുള്ളത്, അക്സർ എന്ന് പറഞ്ഞ ഏറ്റവും കൂടുതലുള്ളത്. അതുപോലെ നമ്മൾ എഴുതണം. അലീം മഹത്തായത്, അളം ഏറ്റവും മഹത്തായത്, ഷദീദ് കഠിനമായത്, അഷദ്ദു ഏറ്റവും കഠിനമായത്. അപ്പൊ നിങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് പോലെ അവിടെ എടുത്ത് എഴുതുക. ഇനി നോക്കൂ, അതിലെ മൂന്നാമത്തെ പ്രവർത്തനം നക്തുബു കമാഫിൽ മിസാൽ. അതിലെ മൂന്നാമത്തേത് യതഅവ്വദു, യതഅവ്വദൂന, യുസബ്ബിഹു, യുസബ്ബിഹൂന, യുകബ്ബിറു, യുകബ്ബിറൂന, യുമജ്ജിദു, യുമജ്ജിദൂന, യഖൂലു, യഖൂലൂന, യസ്അലു, യസ്അലൂന, യദ്കുറു, യദ്കുറൂന, യഹുഫു, യഹുഫൂന, യൽതമിസു, യൽതമിസൂന, യതൂഫു, യതൂഫൂന. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ നിങ്ങൾ എടുത്ത് എഴുതുക. ഇതോട് കൂടിയിട്ട് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.